മദ്യത്തിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമകളായി അതിനടിത്തായ അനുഭവത്തോടെ ആയിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. ഇന്ന് പകൽക്കാലം ദേശത്തിന്റെ നാനാഭാഗങ്ങളിലും മദ്യലഹരി ബോധവൽക്കരണവും സുവിശേഷ സന്ദേശവും നടത്തി. അങ്ങനെ ഈ ദേശത്തിന്റെ നടുവിലും ഇന്ന് പകൽക്കാലം വരുവാൻ സർവകൃപാലുവായിരിക്കുന്ന ദൈവം ഇടം നൽകിയിരിക്കും. മദ്യവും ലഹരി പദാർത്ഥവും മനുഷ്യന്റെ കുടുംബജീവിതം തകർക്കുന്നു. കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നയിക്കുവാൻ കഴിയാതെ പരാജയപ്പെടുന്ന മാതാവായി, പിതാവായി, സഹോദരങ്ങളായി മാറിക്കൊണ്ടിരിക്കപ്പെടുമ്പോൾ പ്രിയ ഈ ശബ്ദം കേൾക്കുന്ന ദേശ നിവാസികളായുള്ളവര് തൊഴിൽ മേഖലകളിലോ പഠനതലങ്ങളിലോ ആയിട്ടുള്ളവരെ നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഒരു കുടുംബത്തിൻ്റെതായ നായകൻ അല്ലെങ്കിൽ കുടുംബത്തിന്റെ നായിക എന്ന് പറയപ്പെടുമ്പോൾ അതിനകത്ത് അതിൻ്റെതായ ലക്ഷ്യം, കർത്തവ്യങ്ങൾ അതിന്റെ മുൻപാകെ ഉണ്ട്. എന്താണ് അതിലെ കർത്തവ്യം? നല്ലൊരു കുടുംബജീവിതത്തെ പണിയുന്നവൻ തന്റെ കർത്തവ്യം നിർവഹിക്കുന്നു, അത് യാഥാർത്ഥ്യമായി മാറുന്നു. അതുപോലെ തന്നെ ഒരു കുടുംബനാഥയും തന്റെ ലക്ഷ്യം നിറവേറുമ്പോൾ അവരുടെ കർത്തവ്യം അവിടെ പൂർണ്ണമാകുന്നു. എന്താണ്? നല്ലൊരപ്പൻ, നല്ലൊരമ്മ, നല്ലൊരു സഹോദരൻ, നല്ലൊരു സഹോദരി, നല്ലൊരു മകൻ, നല്ലൊരു മകൾ എന്ന ആ കർത്തവ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നു. എന്നാൽ മദ്യം അല്ലെങ്കിൽ ലഹരി എന്ന ആ ദോഷഫലം എന്താണ് ഒരു മനുഷ്യനെ എന്നേക്കുമായി നശിപ്പിക്കുവാനിടയായിത്തീർന്നു. അപ്പോ ലോക മതഗ്രന്ഥങ്ങളുണ്ട്. ലോകത്തിൽ അനവധി പ്രിയപ്പെട്ടവർ ഉണ്ട്. പക്ഷേ അവിടെ എല്ലാം നാം നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് മനുഷ്യന്റെ നവീകരണത്തിനായി, ഓരോ പുരോഗതികൾക്കായി അവൻ നല്ല രീതിയിൽ ആയിരിക്കണം എന്ന കർത്തവ്യബോധത്തോടെ നയിക്കുന്ന. കാരണം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പിതാക്കന്മാർ അവിടെ വളരെയേറെ ഭക്ഷണം നിൽക്കുമ്പോഴുള്ള കാലഘട്ടങ്ങളിൽ ലോകരാഷ്ട്രങ്ങളായി, ലോകരാജ്യങ്ങൾ, ലോക സംവിധാനങ്ങളുമായി ഏതൊരു ബന്ധവുമില്ല. പുറം ലോകവുമായിട്ട് ഒരു ഫോൺ കോള് വിദേശത്ത് നിന്ന് ചെയ്യണമെങ്കിൽ അത് ഒരു പ്രത്യേക തരത്തിലൂടെ ഒക്കെയുള്ള മെസ്സേജ്, വിദേശത്തായിരിക്കുന്ന ഒരാളിന് നമ്മുടെ കാര്യം അറിയിക്കണമെങ്കിൽ ഇന്ന് നാം എഴുതി പോസ്റ്റ് ചെയ്താൽ ഏകദേശം 10-15 ദിവസം വെച്ച് അവിടെ എത്തും. അവിടെ അപ്രകാരം തന്നെ ഇവിടെയും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നാം ഇവിടെ നിൽക്കപ്പെടുമ്പോൾ ഏത് രാഷ്ട്രത്തിലാകട്ടെ ആ രാഷ്ട്ര തലത്തിനകത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ കാണണം. അവരെ കണ്ട് സംസാരിക്കുന്ന ഡയറക്റ്റായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവരുടെ ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയും. അവർക്ക് ഡയറക്റ്റ് കാര്യങ്ങളൊക്കെ പ്രതികരിക്കുന്ന, കമ്മ്യൂണിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ലോകരാഷ്ട്രങ്ങളിൽ ഭൂമിയിൽ എവിടെയുമുള്ള മനുഷ്യനെ ലൈവായി കാണാൻ, ലൈവായി അവന്റെ സാഹചര്യം, അവന്റെ നിലവാരങ്ങളെ കാണാനുള്ള സംവിധാനങ്ങൾ നമുക്ക് തന്നിരിക്കുന്നു. അതാണ് കാലാകാലങ്ങളിൽ അതെ ഓരോ ഇടങ്ങളിലും എഴുന്നേൽക്കുന്ന നവീകരണ കർത്താക്കളുണ്ട്. അവർക്ക് പ്രത്യേക ചിന്താഗതി, വിദ്യാസമ്പന്നരും പരിചിതരും ലോക സമ്പന്നരുമായിട്ടുള്ള ബന്ധങ്ങളും അവരെ ഓരോ സംവിധാനത്തിലും ഓരോ നിലവാരങ്ങളിലേക്കും എത്തിക്കുവാൻ അവരെ ബോധവാന്മാരാക്കുന്നു.
അതായത് അയൽ രാജ്യങ്ങളിലെ സാധനം ഇങ്ങോട്ട് കൊള്ളുവാനും ഇവിടെ നിന്നുള്ളതായ സാധനം അങ്ങോട്ട് കയറ്റുമതി ചെയ്യുവാനും ഒക്കെയുള്ള ഒരു സംവിധാനങ്ങൾ മനുഷ്യൻ കണ്ടതിന്റെ കാരണം ആ നവീകരണത്തിന്റെ അനുഭവമാണ്, മൂർധന്യമായ ആ സാഹചര്യമാണ്. എന്നാൽ ഇന്ന് ഞാനിവിടെ മദ്യത്തെയും ലഹരി പദാർത്ഥവും മനുഷ്യന് യോജിച്ചതല്ല എന്ന് പൂർണ്ണ ബോധ്യത്തോടെ അറിയിക്കപ്പെടുമ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹം മദ്യത്തിനും ലഹരി പദാർത്ഥങ്ങൾക്കും പുറം ലോകവുമായൊരു ബന്ധമില്ലാതെ എങ്ങനെയും ഓരോ ദിവസം തള്ളിവിടുന്ന അനുഭവം പോലെ ആയിരുന്നു. ജോലിയില്ലാതെ നല്ല സാമ്പത്തിക സാലറികൾ കൈവരിക്കുവാൻ കഴിയാതെ അന്നന്ന് ആവശ്യമായ ആഹാരത്തിന് വേണ്ടി ബന്ധപ്പെടുന്നത് അടുപ്പത്ത് വെള്ളവും വെച്ചിട്ട് അയൽ വീട്ടിൽ വായ്പ വാങ്ങാൻ അരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായ്പ വാങ്ങാൻ പോകുന്നത്. വിശപ്പും ദാഹവുമുള്ള ഒരു കൂട്ടം പിതാക്കന്മാർ അമ്മമാർ ജീവിച്ച ഒരു കാലഘട്ടം നമ്മുടെ സമൂഹത്തിന് ഉണ്ട് എന്ന് നാം മറന്നുപോകരുത്. അപ്പോൾ അവിടെ നിന്നെല്ലാം ഇന്ന് ഇത്രത്തോളം ഒരു വ്യത്യാസമായ അനുഭവത്തിലേക്ക് എത്തിച്ചേരുമാറാക്കുവാനും മനുഷ്യനെ ഒന്നുകൂടെ തിരിഞ്ഞു ചിന്തിക്കുവാനും പ്രാപ്തരാക്കിയത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതെ ഞാൻ പറയട്ടെ, ലോകത്തിൽ ഗുരുക്കന്മാരും ലോക ചരിത്ര പുസ്തകങ്ങളിൽ ഇടം പിടിക്കപ്പെട്ട അനവധി പേരുണ്ട്. ലോക ചരിത്ര താളുകളിൽ നിലകൊണ്ടിരിക്കുന്ന അപ്രകാരം ചരിത്ര താളുകളിൽ ഇടം കൊണ്ടതും ലോക മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇടം കൊണ്ടതുമായ ഒരു മനുഷ്യനെ ഞാൻ ബോധ്യപ്പെടുത്തുന്നു. അവന്റെ പേരാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ആ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. കാരണം എന്താണ്? ഇരുളിൽ കിടന്നിരുന്ന, അല്ലെങ്കിൽ നന്മതിന്മകളെ കുറിച്ച് തിരിച്ചറിവില്ലാതെ ബോധവാന്മാരല്ലാതെ കിടന്നിരുന്ന മനുഷ്യനെ ബോധവാന്മാരാക്കി അവർ മനുഷ്യൻ ആര് ആണ് എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ ഒരേ ഒരു ഗുരുനാഥനെ ഇടയായിട്ടുള്ളൂ. ആ ഗുരുനാഥന്റെ പേരാണ് യേശു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അതെ, ഇരുളിൽ കിടന്നതായ നമ്മുടെയൊക്കെ സമൂഹം, ഗ്രാമപ്രദേശങ്ങൾ, പട്ടണങ്ങൾ ഇതൊക്കെ ചിന്തിച്ച് തിരിഞ്ഞു നീച്ചു നോക്കുമ്പോൾ ഏതൊരു വെളിച്ചവുമില്ലാത്ത നിലവാരങ്ങൾ ഒരു കാലഘട്ടത്തിൽ കിടന്നു. ഇന്ന് ഇത്രയും വെളിച്ചവും, എന്താ വെളിച്ചമെന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ പല ഭാഷകൾ കൈകാര്യം ചെയ്യുന്നു, നല്ല വിദ്യാഭ്യാസമുണ്ട്, അതെ, ഡോക്ടറായി എഞ്ചിനീയറായി നല്ല ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നത്, അത് വിദേശത്തും സ്വദേശത്തും ഒക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒട്ടനവധി തലമുറയെ പ്രാപ്തരാക്കി വിടുവാൻ നമ്മെ ഇടയാക്കിയിരിക്കുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ലോകത്തോട് വിളംബരം ചെയ്തു. അദ്ദേഹത്തിന്റെ സന്ദേശത്തിലൂടെ അനേകം മദ്യപാനികളെ, ലഹരിയിൽ അടിമകളായിരുന്നവരെ അദ്ദേഹത്തിന്റേതായ സന്ദേശത്തിലൂടെ ബോധവാന്മാരാക്കി, സ്വതന്ത്രരാക്കി, നല്ലൊരു ഭർത്താവായി, നല്ലൊരു മകനായി, നല്ലൊരു സഹോദരിയായി, സഹോദരനായി, അമ്മയായി ഒക്കെ മാറ്റുവാൻ ഇടയായിത്തീർന്നത് ആ യേശുക്രിസ്തുവിന്റെ സന്ദേശം എന്ന് കാണുവാൻ കഴിയുന്നു. ആ നല്ല സന്ദേശത്തിന്റെ ലക്ഷ്യം മനുഷ്യൻ മനുഷ്യനായി ജീവിക്കണം, മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയണം, മനുഷ്യൻ അതെ ഈ ലോകം കൊണ്ട് അവന്റെ ജീവിതം അവസാനിക്കുന്നില്ല എന്ന ആധികാരികമായ സത്യത്തെ എന്നേക്കും പൂർണ്ണമായി ബോധ്യപ്പെടുത്തുന്ന അനുഭവസ്ഥനായി യേശുക്രിസ്തുവിനെ കുറിച്ച് നാം അവിടെ കാണുന്നു. ഇന്ന് നരഭോജികളായ മനുഷ്യർ, അല്ലെങ്കിൽ മനുഷ്യവംശങ്ങളെ തിന്നുന്ന ഒരു കാലഘട്ടത്തിൽ, അതേ വനാന്തരങ്ങളിലും ആഫ്രിക്കൻ പ്രദേശങ്ങളിലും ഒട്ടനവധി ദേശങ്ങളിലും നമ്മുടെ സമൂഹത്തിൽ മനുഷ്യരെ തിരിച്ചറിയാതെ നരഭോജികളായിട്ടുള്ള ഒരു കൂട്ടരുണ്ട്. പക്ഷേ അവരെ മനുഷ്യരാക്കി മാറ്റിയത്, മനുഷ്യ സ്നേഹികളാക്കി മാറ്റിയത് എന്ത് എന്ന് ചോദിച്ചാൽ സുവിശേഷം. സുവിശേഷം എന്ന വാക്കിന് നല്ല വാർത്ത, സദ്വർത്തമാനം. ഏതാണ്? ഇരുളിലായിരുന്ന ഭാവത്തെക്കുറിച്ച്, അതേ, സ്വർഗശബ്ദമില്ലാതെ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ഇടകലർന്ന് ജീവിച്ച മനുഷ്യരുടേതായ നടുവിൽ ദൈവത്തിന്റെ ശബ്ദം, അവരെ വീണ്ടെടുക്കുന്ന, അവരെ ദൈവത്തോട് അടുപ്പിക്കുന്ന അനുഭവത്തിന്റെ ശബ്ദം ഉയരത്തിൽ നിന്ന് അവർക്ക് ലഭ്യമായത് പ്രതീക്ഷകളുടേതായ ഒരു സന്ദേശം അവരുടെ കാലോരങ്ങളിൽ കൊടുത്തിരിക്കുന്നു. ആ സന്ദേശം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് മാർക്കോസ് 1:15 വിളിച്ചുണർത്തിക്കുന്നു. ആ ശബ്ദം അനവധികൾക്ക് പ്രതീക്ഷ കൊടുക്കുവാനിടയായി തീർന്നു.
ഏതാ കാലം? ഇരുളിലും നിന്നും പിടിച്ച് ഞങ്ങൾക്ക് ബോധിച്ചതുപോലെ നടന്നതായ കാലം തികഞ്ഞിരിക്കുന്നു. നിങ്ങളുടേതായ രക്ഷിതാവ്, നിങ്ങളുടെ വീണ്ടെടുപ്പുകാരും നിങ്ങളുടെ സമീപത്തേക്ക് വരാൻ പോകുന്നു എന്ന്, അത് വന്നിരിക്കുന്നു എന്ന് അവരെ ബോധവാന്മാരാക്കുന്ന ഒരനുഭവത്തെ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടണം. അപ്പൊ മാനസാന്തരം എന്ന വാക്ക് നാം തിരിച്ചറിയണം. എന്നതാണ് മാനസാന്തരം? അതെ, ഒരു ക്രൂരനായി, ഒരു നിഷ്കണ്ടകനായി, ഒരു കൊലപാതകനായി നീ ഭൂമിയിൽ ജീവിക്കുന്നെങ്കിൽ, ദേശത്തേക്കും കുടുംബത്തേക്കും പ്രയോജനമില്ലാത്ത ഒറ്റപ്പെട്ട തനിയായ ഒരു മനുഷ്യനായി നീ ജീവിക്കുന്നെങ്കിൽ, അതിൽ നിന്നും തിരിഞ്ഞ് അതെ അപ്പനെ അമ്മയെ സ്നേഹിക്കുന്ന, ഭർത്താവിനെ സ്നേഹിക്കുന്ന, ഭാര്യയെ സ്നേഹിക്കുന്ന, മക്കളെ സ്നേഹിക്കുന്ന, അമ്മയപ്പന്മാരെ സ്നേഹിക്കുന്ന, സഹോദരങ്ങളെ സ്നേഹിക്കുന്ന, നമ്മുടെ ദേശത്തിലെ പ്രിയപ്പെട്ടവരെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനായി മടങ്ങി വരുവാൻ തക്കവണ്ണം നിന്നെ പ്രാപ്തരാക്കുന്ന ഒരനുഭവമുണ്ട്. നിന്റെ ഹൃദയത്തിനകത്ത് ഒരു പരിവർത്തനം ചിന്ത, ആ ചിന്തയാണ് മാനസാന്തരം. ലഹരി യോഗ്യമായ ഒരു മനുഷ്യന് നല്ലതല്ല എന്ന് അവൻ മനസ്സിലാക്കുന്നു, തിരിചിന്തിക്കുന്നു. മദ്യമാകട്ടെ, ലഹരി പദാർത്ഥങ്ങളാകട്ടെ, സ്മോക്കിംഗ് ആകട്ടെ, എൻഡിഎം പോലുള്ള മറ്റു അതികഠിനമേറിയ ലഹരി വസ്തുക്കളാകട്ടെ, ഇതെനിക്ക് വേണ്ട. കാരണം ഞാൻ ചെയ്യുന്നത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ അത് അനുകരിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് അത് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരുവന്റെ ജീവിതത്തിനാണ് അതേ മാനസാന്തരം. അപ്പൊ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം പുറപ്പെടുവിപ്പിൻ എന്ന് ന്യായപ്രമാണമുണ്ട്. ഞങ്ങൾ പാരമ്പര്യമായി പള്ളിക്കാരാണ്, ഞങ്ങൾ പാരമ്പര്യമായി ദൈവത്തെ അറിയുന്നു എന്നൊക്കെ പറയുമ്പോൾ, പ്രിയ ശബ്ദം കേൾക്കുന്നവരെ, നിങ്ങൾ തന്നെ ഒന്ന് നിന്ന് തിരിഞ്ഞ് ചിന്തിക്കൂ. ചിന്തിക്കൂ. ഇത് വാസ്തവമാണോ? വാസ്തവമേറിയതാണോ? ഇത് ഒരുക്കമുള്ളതാണോ? ഇത് ക്രമീകരണ അനുഭവമാണോ എന്ന്. അപ്പോ പ്രത്യേകിച്ച് അവിടെ കാണാൻ കഴിയുന്നത് തിരിഞ്ഞു വരിക. ഇന്ന് ലോക സംഭവങ്ങൾ, ഈ ഇന്റർനെറ്റുകളോ ലോകരാഷ്ട്രങ്ങളിൽ നടക്കുന്ന സംവിധാനങ്ങളോ നമുക്ക് ദൃശ്യമായി കാണാൻ കഴിയുന്നതിന് മുമ്പേ സുവിശേഷ മാധ്യമങ്ങളിലൂടെ, സുവിശേഷ സന്ദേശത്തിലൂടെ ലോകത്ത് വരാൻ പോകുന്ന അനർത്ഥങ്ങളെയും ലോകരാഷ്ട്രങ്ങളുടെ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെക്കുറിച്ച് വിളംബരം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. ഇന്ന് സംഭവിക്കുന്നത്, നാളെ സംഭവിക്കുവാൻ പോകുന്നത്, ഈ ലോകത്തിന്റെ അവസാനം എന്ത് എന്ന് ശാസ്ത്രങ്ങളും ശാസ്ത്ര സംഗീതങ്ങളും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഒരിക്കലായി കണ്ടുപിടിക്കപ്പെട്ട് തിട്ടപ്പെടുത്തിരിക്കുന്ന ഈ പുസ്തകത്തിനകത്ത് കുറിക്കപ്പെട്ടിരിക്കുന്നു സത്യവേദ പുസ്തകം, വിശുദ്ധ വേദപുസ്തകം. അതിനകത്ത് യേശുവിന്റേതായ സന്ദേശം ഓരോ മനുഷ്യരെയും പരിവർത്തിക്കുന്നു. സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് വിളിച്ചോർത്തിച്ചെന്ന് യോഹന്നാൻ 8:32 അവിടെ രേഖപ്പെടുത്തിക്കുന്നു. യോഹന്നാൻ 8:12 ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, യേശു ക്രിസ്തു എന്നല്ലാതെ. അപ്പോ നാം രക്ഷ പ്രാപിക്കണം. അപ്പോ ഈ രക്ഷ സൗജന്യമായിട്ടാണ്. നമുക്കൊരു സാധനമാകണമെങ്കിൽ വില കൊടുത്ത് വാങ്ങണം. നമ്മുടെ അധ്വാന ഫലം കൊണ്ടുപോയി. പക്ഷേ കണ്ണുനീര് കൊണ്ട് ഒരു വിശ്വ സ്ഥാപനത്തിൽ പോയിട്ട് എനിക്ക് കുറച്ച് കണ്ണുനീരുണ്ട്, ഇതിനു വേണ്ടി കരഞ്ഞതാണ്, അതിനുവേണ്ടി ഒഴുക്കിയ കണ്ണീരാണ്, ഇന്റെ സാധനം വേണമെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല, എനിക്ക് ഇത്ര ലക്ഷം വേണമെന്ന് പറഞ്ഞാൽ തരത്തില്ല. പക്ഷേ കണ്ണുനീരിന് വില തരുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനുഷ്യൻ തിരിച്ചറിയണം. നിന്റേതായ സ്വത്തുക്കളിലാകട്ടെ, ഭവനത്തിലാകട്ടെ, ആത്മഹത്യ മണ്ഡലങ്ങളിൽ ഇരിക്കുന്ന മനുഷ്യ, ഒന്ന് നീ മനസ്സിലാക്കണം. നിന്നെ ബോധവാന്മാരാക്കിയെടുക്കുന്നത് നീ കരഞ്ഞ് നീന്റെ കണ്ണുനീർ ദൈവസന്നയിൽ വീണ കഴിഞ്ഞാൽ അതിന് മറുപടി തരുന്ന, അതിന് പ്രതിഫലം തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട് എന്ന് ഈ പകൽക്കാലം ബോധ്യപ്പെടുത്തുന്നു. അനവധി പേരെ സമ്പന്നരാക്കി, അനവധി പേരെ ധനവാന്മാരാക്കി എന്റെ സ്വർഗത്തിലെ ദൈവം മാറ്റിയെങ്കിൽ
ഇന്ന് നിന്റെ ജീവിതത്തിനകത്ത് സ്ഥിതികൾക്ക് ഒരു വ്യത്യാസം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. ഈ പകൽ വേളയിൽ ഇപ്പോൾ ഞാൻ ആരാണ്, ഞാൻ എന്ത് ചെയ്യണം എന്ന് നീ ചിന്തിക്കുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൽ നിന്ന് മനുഷ്യരിൽ നൽകപ്പെട്ട യേശു എന്നല്ല, അത് മറ്റു നാമമില്ല. അപ്പോ തന്നെത്താൻ പശ്ചാത്തലിച്ച് അതെ മടങ്ങി വരുന്ന ഒരനുഭവം യാഥാർത്ഥ്യ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ സകല സ്ഥിതികൾക്കും സംവിധാനങ്ങൾക്കും വ്യത്യാസം വരുത്തുന്നു എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ അനുദപിക്കണം. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ യേശുക്രിസ്തു ഒരു ഉപമ പറയുവാനിടയായിത്തീർന്നു. ഒരപ്പന് 2 മക്കൾ ഉണ്ടായിരുന്നു. അല്ല, അതിൽ മൂത്ത മകൻ അപ്പനോട് ചേർന്നു, ഇളയ മകൻ അവിടെ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നു. ഒരിക്കലും മകൻ അപ്പനോട് പറഞ്ഞു, അപ്പ എനിക്ക് വരേണ്ടതായ വസ്തുവകകളെല്ലാം പകുത്തു തരണം. പല നാളായി അപ്പൻ വസ്തുവകകളെല്ലാം പകുത്തു കൊടുത്തു. ഇളയ മകനാവട്ടെ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ സകല വസ്തുവകകളും വിറ്റ് ധനം സ്വരൂപിച്ചു ദൂരദേശത്തേക്ക് പോയി. ദൂരദേശത്തേക്ക് സ്നേഹിതരും പ്രിയപ്പെട്ടവരുമായി ഈ ധനങ്ങളെ ഭക്ഷണപദാർത്ഥത്തിനും മോടിയുള്ള വസ്ത്രത്തിനും സുഖലോകമായ ജീവിതത്തിന് വേണ്ടി ഇത് ചെലവഴിച്ചു. സ്ത്രീകളോടൊക്കെ ഒരുപക്ഷെ കറങ്ങിയിരിക്കാൻ ധനങ്ങളൊക്കെ തൂർത്തടിച്ചു. അവസാനം തന്റെ കരങ്ങൾ ധനം നേർന്നുപോയെന്ന് പറഞ്ഞപ്പോൾ തന്റെ കൂടെ ഉണ്ടായിരുന്ന സഹപാഠികൾ, സ്നേഹിതർ തന്നെ ഓരോരുത്തരായി വിട്ടുപോകാനിടയായിത്തീർന്നു. താനൊടുക്കം ധരിച്ചിരിക്കുന്ന വസ്ത്രവും താനും മാത്രം ശേഷിച്ചു. താനായിരിക്കുന്ന സ്ഥലത്ത് തനിക്ക് വിശപ്പ് ഉണ്ട്, അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരു പ്രമാണിയെ കണ്ട് എനിക്ക് ദൈനംദിനം ആഹാരത്തിനുള്ളത് തരണം എന്ന് പറഞ്ഞ് അവനോട് സമീപിക്കുമ്പോൾ പന്നി മേയ്ക്കുന്ന ജോലി ലഭ്യമായി. എന്നാൽ അവിടെ ആ പന്നികളെ മേയ്ക്കുന്ന സമയത്തും അവന് വിശപ്പും ദാഹവും ഉണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയുന്നു. പന്നികൾക്ക് കൊടുക്കുന്ന വാഴ അത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. അവിടെ പിടിവീണു. ആ ജോലിയും പോയി. ആ ജോലി പോയപ്പോൾ അവൻ ഒരു നിമിഷം തിരിഞ്ഞു ചിന്തിച്ചു. അവന്റെ വിദ്യാഭ്യാസം പന്നികളുടെ ഇടയിൽ പോകേണ്ട വിദ്യാഭ്യാസമല്ല. അവന്റെ കുടുംബത്തിനകത്ത് ആരും പന്നികളുടെ ഇടയിലേക്ക് പോകേണ്ട കാരണം വന്നിട്ടില്ല. അവന്റെ വിദ്യാഭ്യാസം അനവധി പേരെ പോഷിപ്പിക്കുവാൻ അധികാരമുള്ള ചുമതല വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയുടെ വിദ്യാഭ്യാസം കൈവരിക്കപ്പെട്ടവൻ ഇപ്പോഴായിരിക്കുന്നത് പന്നികളുടെ ഇടയിൽ, പന്നിക്കൂട്ടങ്ങളുടെ നടുവിൽ. അവിടെ പിടി വീഴുന്നപ്പോൾ അവൻ എങ്ങോട്ട് ചെയ്യണം, എന്ത് ചെയ്യണം ഒരു നിമിഷം ചിന്തിച്ചപ്പോൾ ഒന്നാമത് ഞാൻ സ്വർഗത്തോട് പാപം ചെയ്തു. എന്റെ അപ്പനോട് ഞാൻ പാപം ചെയ്തു. എന്റെ അപ്പന്റെ വീട്ടിൽ എത്രയോ തൊഴിലാളികൾ, ജോലിക്കാരുണ്ട്. അവർ തന്നെ ശേഷിപ്പിക്കുന്ന എത്രയോ ഉണ്ട്. ഞാൻ എന്റെ അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയാൽ അവന്റെ ഒരു ബാല്യക്കാരൻ അവനെ ചേർത്തുകൊള്ളും എന്ന വിശ്വാസത്തോടെ കടന്നുപോയി എന്ന് കാണാൻ കഴിയും. സ്വന്തം അപ്പന്റെ അടുക്കിലേക്ക് സകല ജലവും നൂർത്തടിക്കപ്പെട്ട ആ മകൻ ചിന്തിച്ചു. സ്വർഗത്തോടും ഞാൻ സ്വർഗത്തോടും അതെ ആ പിതാവായ ദൈവത്തെ സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു, ഏറ്റുടർന്നു. അതാണ് യഥാർത്ഥ മാനസാന്തരം, യഥാർത്ഥ പശ്ചാത്തപിച്ച് അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങി വന്ന മകനെ ആ യഥാർത്ഥമായ ദൂർത്ത് ജീവിതം നയിച്ച് അതിനകത്ത് ഇടകലർന്ന് കിടന്ന മകൻ മടങ്ങി വന്നപ്പോൾ, അനുഭവിച്ച് കുറ്റബോധത്തോടെ മടങ്ങി വന്നപ്പോൾ ചേർത്തുകൊണ്ടൊരപ്പൻ ഇന്ന് പകൽക്കാലം അതേ ആ മകന്റെ വരവ് കണ്ടപ്പോൾ തന്നെ അവനെ ഓടിപ്പോയി ആലോചന ചെയ്ത് നല്ല വസ്ത്രങ്ങൾ കൊടുത്ത്, കാലിന് ചെരുപ്പ് കൊടുത്ത്, അപരന് മൂലകം കൊടുത്ത് അവനെ സ്വീകരിപ്പിൻ എന്ന് പറഞ്ഞ് ചേർത്തുകൊള്ളുന്ന ഒരപ്പൻ. അതെ, ഇന്ന് പകൽക്കാലം ആ അപ്പൻ അതേ തടിപ്പിച്ച കാളയോർത്ത് വലിയൊരു വിരുന്നൊരുക്കി സന്തോഷിച്ചു, ആനന്ദിച്ചു എന്ന് കാണാൻ കഴിയും. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ ഈ സന്ദേശം കേൾക്കപ്പെടുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ആ ദൂർത്തുപുത്രനായ മനുഷ്യൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ സന്തോഷിച്ചുവെങ്കിൽ അതേ
കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് പുതിയ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞൊരു പുതിയ സൃഷ്ടായി തീരുവാൻ നീ ജലത്തിൽ സാക്ഷീകരിക്കുന്ന അനുഭവസ്ഥയായി കടന്നു വന്നു കഴിഞ്ഞാൽ അതേ രക്ഷിക്കപ്പെട്ട 99 നീതിമാന്മാരെ കുറിച്ചല്ല, മടങ്ങി വരുന്ന ഒരു പാപിയെ കുറിച്ച് അത്രേ സ്വർഗത്തിലെ ദൂതന്മാർ ദൈവയെ സന്തോഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതേ മടങ്ങി വന്ന ആ ഓർത്തുപുത്രനെ ഓർത്ത് സ്വന്തം അപ്പൻ അതേ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്തെങ്കിൽ ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തന്റെ ആത്മാവിന് നേടിയിൽ എന്ത് പ്രയോജനം ശ്രമിക്കുമ്പോൾ മനുഷ്യ ഇന്ന് പകൽക്കാലം നിന്നോട് വിളിച്ചുടത്തേക്കുന്നു. സ്നേഹിതരെ, സഹപാഠികളെ, അതേ ദേശത്തിലെ അതേ ഉന്നത അതേ നിലവാരങ്ങളിലും വിദ്യാഭ്യാസങ്ങളിലും ഓരോ തലങ്ങളിലും ഓരോ ഭാഷയിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ യേശു സ്നേഹിക്കുന്നു, നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു. മടങ്ങി വരുവാൻ സമയമായി. അതേ കൊക്കും പക്ഷിയും മടങ്ങി വരുന്നു. അതിന് സമയം അത് തിരിച്ചറിയുന്നു. അതേ കാലം ഇനി ഏറെയില്ല, അതേ നാളുകൾ ഏറെയില്ല. യുദ്ധങ്ങൾ യുദ്ധശൂന്യം വന്നും പോയി നിൽക്കുന്ന അനുഭവങ്ങൾ. മടങ്ങി വരുവാൻ തയ്യാറാകുന്നു. അതേ മടങ്ങി വരുവാൻ തയ്യാറാകുന്നു. തിന്നും കുടിച്ചും അതേ ടിവി കണ്ടും മൊബൈൽ നോക്കിയും ഒക്കെ ഇരിക്കുന്ന ഒരു കാലഘട്ടം. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മുടെ ഭവനത്തിനകത്ത് വരെയാണ്. അതേ ലോകത്തിൽ ഏത് മേടുകളിലുള്ള സാധനവും നമ്മുടെ വീട്ടിൽ മുറ്റത്ത് കിട്ടുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, സെക്കൻഡുകൾ നമ്മൾ ഓർഡർ വരുന്നത് വാസ്തവമാണ് എങ്കിൽ ഇന്ന് പകൽക്കാലം ലോകത്തിന്റെ മുൻപാകെ ലോകത്തിൻ്റെതായ ഇമ്പങ്ങളിൽ ജീവിക്കുന്ന സഹോദര സഹോദരി, മകനെ മകളെ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, എന്റെ പ്രിയ ദൈവജനമേ, നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഈ ദേശത്തെ ദൈവം സ്നേഹിക്കുന്നു, ഈ ദേശനിവാസികളെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ അത് നശിക്കപ്പെട്ടു പോകുന്ന അനുഭവസ്ഥരായിട്ടല്ല, ജീവന്റെ തുടിപ്പിലേക്ക് വരുവാൻ അത് യഹോവയുടെ പെട്ടകത്തിനകത്ത് കയറിയ ജനത്തെ പോലെ ആഹ്വാനം ചെയ്യുമ്പോൾ പരിഹസിക്കുന്ന പരിഹാസികളെ പോലെയല്ല. അതിൽ വിശ്വസിച്ച് മടങ്ങി വന്ന അതിൽ കയറിയ അല്പജനം 8 പേർ എന്ന് വെച്ചാൽ ആ ഒരു കുടുംബത്തെ പോലെ ഇന്ന് പകൽക്കാലം നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു. ഈ ദേശത്തിന്റെ ഈ കഴിവൂർ പ്രദേശത്തിൻ്റെതായ സമീപത്തിൽ ദൈവത്തിൻ്റെതായ മാറ്റമില്ലാത്ത വചനം അത് മദ്യത്തിൽ, ലഹരി പദാർത്ഥത്തിൽ, പാപജീവിതത്തിൽ നിന്ന് മടങ്ങി നല്ലൊരു കുടുംബസ്ഥനായി, ഒരു കുടുംബനാഥനായി, നല്ലൊരു ഭർത്താവായി, നല്ലൊരു അപ്പച്ചനായി, നല്ലൊരു അമ്മയായി ഒക്കെ ആയിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഞങ്ങൾ ഞങ്ങളുടെ തലമുറകൾക്ക് മാതൃകയായിത്തീരുന്നു, ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയായിത്തീരുന്നു. അത് ഈ ദേശത്തെ ദൈവം സ്നേഹിക്കുന്നു. ഈ ദേശത്തിനകത്ത് ദൈവം ഒത്തിരി കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ടുണ്ട്. ഈ ദേശത്തിനകത്ത് ദൈവത്തിന് ചെയ്തെടുക്കുവാനായിട്ടുണ്ട്. മദ്യപാനം ഉപേക്ഷിക്കോ, അത് വെറിക്കൊത്തുകളെ ഉപേക്ഷിക്കോ, ലോകത്തിന്റെ പാപങ്ങളിൽ നിന്ന് മടങ്ങി വരുവാൻ, മാനസാന്തരത്തിലേക്ക് മടങ്ങി വരുവാൻ, അതേ പാപജീവിതത്തെ ഉപേക്ഷിക്കുവാൻ നമ്മുടെ പാപത്തെ കാണുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ഉണ്ട്. നമ്മുടെ അതേ ദൈവത്തിന്റെ ദൃഷ്ടി ഭൂമിയിലെ മനുഷ്യന്റെ മേലാണ്. ആ ദൃഷ്ടി അതേ മനുഷ്യരായിരിക്കപ്പെടുമ്പോൾ അവൻ ചെയ്യുന്ന നല്ലതാകിലോ തീയതാകിലോ അവന് തക്കതായ ഒരു പ്രതിഫലമുണ്ട് എന്ന് വിളിച്ചുറപ്പിക്കുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്കായി നിയമിച്ചെടുക്കുകയും ചെയ്യുന്നു. ഒരു ജനനവും മരണവും ഉണ്ട് എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ തന്നെ ഒരു ന്യായവിധിയും ഉണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉറപ്പിക്കുന്നു. മരണത്തോടെ തീരുന്നില്ല, മരിച്ചു കഴിഞ്ഞാൽ തീരുമെന്ന് അത് ജയിപ്പിക്കുവാൻ പോകുന്ന മനുഷ്യൻ പറയുന്നു. മരണത്തോടെ തീരുമെന്ന് അടക്കം ചെയ്യപ്പെടുവാൻ പോകുന്ന മനുഷ്യൻ പറയപ്പെടുന്നു. മരണാതെ ചാരത്തിൽ ചാരമാകുവാനും മണ്ണിൽ മണ്ണായി ഭൂമിക്ക് ഭൂമിയായി തീരുവാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യ, ഒന്ന് നിന്റെ അകത്തെ മനുഷ്യൻ, നിന്റെ അകത്തെ ആയിരിക്കുന്ന ആത്മാവിന് ഒരിക്കലും മരണമില്ല. അത് ഒന്ന് നീ ക്രിസ്തുവിന്റെ വചനത്താലും മടങ്ങി വരുവാൻ താല്പര്യമുള്ള ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണപ്പെട്ട ഒരുവനായി തീർന്നാൽ നിനക്ക് നിത്യകാല അതേ സ്വർഗത്തിലെ ദൈവത്തോടൊപ്പം വസിക്കുവാൻ കഴിയും. അത് നീ മടങ്ങി വരുവാൻ താല്പര്യം ബോധിച്ചതുപോലെ ചോദിച്ചു പാപവും വിളിച്ചാലും മറ്റുള്ളവരെ കവർ ചെയ്തും പാപത്തിന്റെ തലങ്ങും വിലങ്ങും നീ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു നരകമുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. അത് ജീവനും മരണവും ഞാൻ നിങ്ങളുടെ മുമ്പായി വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കുക. ജീവന്റെ വഴി വേണമോ മരണത്തിന്റെ വഴി വേണോ പ്രമാണത്തിൽ കൊടുത്തിരിക്കുന്നു. ഞങ്ങൾ തന്നിരിക്കുന്ന ഈ ആലോചന നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറായാൽ, അത് നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറായാൽ അത് നിങ്ങൾക്ക് നന്നോ. ഞങ്ങളെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെപ്പോലുള്ള അനേകായിരങ്ങളെ ദേശത്തിൽ
നടുവിൽ വെച്ചിരിക്കുന്നു. വരുവാനിരിക്കുന്ന ന്യായവിധിയിൽ അകപ്പെട്ടു പോകാതെ അതിൽ നിന്നും മനുഷ്യരെ സ്വതന്ത്രമാക്കുവാൻ ഒരിക്കൽ തീക്കിരയായ സോദോം ഗോമോറയിൽ നിന്ന് വലിച്ചൂരപ്പെട്ട ഓരോ കൊള്ളി പോലെ, പാപത്തിന് തലക്കിൽ നിന്ന് വലിച്ചൂരപ്പെട്ട ഓരോ കൊള്ളി പോലുള്ള ഞങ്ങളെപ്പോലെ അനേകർ നിങ്ങളുടെ മുൻപാകെ സാക്ഷിയായി നിൽക്കപ്പെടുമ്പോൾ അത് ക്രിസ്തുവിലേക്ക് മടങ്ങി വരുവാൻ, ഒരിക്കൽ മരിക്കുക അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട് അത് സ്വർഗാരോപണം ചെയ്ത് അത് നോക്കിക്കൊണ്ട് നിൽക്കുന്നതായ വ്യക്തിത്വം അവൻ പോയതുപോലെ തന്നെ വീണ്ടും വരും. തനിക്കായി കാത്തിരിക്കുന്നുള്ളതായ അത് രക്ഷയ്ക്കായി അവനുണ്ട്. ആ വീണ്ടും പാപം കൂടാതെ തേജസ്സിൽ മേഘത്തിൽ വെളിപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നതുപോലെ ആ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങുവാൻ തയ്യാറാകുന്നെങ്കിൽ നമുക്ക് നന്ന്. ഇന്ന് പകൽക്കാലം ഈ സന്ദേശം ശ്രമിച്ചുകൊണ്ടിരുന്ന അത് എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, നിങ്ങൾക്ക് ഈ കർത്താവിന്റെ അടുക്കിലേക്ക് വരുവാൻ, ആ രക്ഷ പ്രാപിപ്പാൻ താല്പര്യമുണ്ട് എന്ന് അത് നിങ്ങൾക്ക് പറയുവാൻ, നിങ്ങൾക്ക് അതിന് താല്പര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തയ്യാറാകുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വൻ പ്രവൃത്തികളെ അയക്കും. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് അത്